യുവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നോട്ട് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, റിയൽ കേരള സ്റ്റോറി. അപ്പോൾ കേരളത്തിലെ അറിയപ്പെടാത്ത കുറേ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെയൊക്കെ വിവരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സീരീസാണ്. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് പൂജപ്പുര ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൂജപ്പുരയിൽ നിന്ന് തന്നെയാണ്. ഈ പൂജപ്പുരയുടെ ചരിത്രവും അവിടുത്തെ സവിശേഷതയും ഒക്കെ ഈ വീഡിയോയിൽ കണ്ടാൽ പൂജപ്പുര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ സെൻട്രൽ ജയിൽ കേട്ടോ. അപ്പൊ ഞങ്ങൾ പൂജപ്പുര താമസാക്കിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾ സെൻട്രൽ ജയിലിന്റെ അടുത്താണോ എന്ന്. അപ്പൊ സെൻട്രൽ ജയിൽ മാത്രമല്ല, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് പൂജപ്പുരയ്ക്ക് ഈ ഒരു നാമം കിട്ടിയതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. പൂജപ്പുര സരസ്വതി മണ്ഡപവും ഇവിടുത്തെ സരസ്വതി ക്ഷേത്രവും. അപ്പൊ പൂജപ്പുര എന്ന് പറഞ്ഞാൽ പൂജ വെക്കുന്ന സ്ഥലം എന്ന അർത്ഥമാക്കിയിട്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഈ ഒരു പേര് ലഭിച്ചേട്ടോ. അപ്പൊ തിരുവിതാംകൂർ രാജഭരണകാലത്ത് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് പൂജ വെച്ചിരുന്ന സരസ്വതി മണ്ഡപമാണിത്. സ്വാതി തിരുനാളിന്റെ കാലത്താണ് ഈ ഒരു സരസ്വതി മണ്ഡപം പണി കഴിപ്പിച്ചത്. 28 കരിങ്കൽ തൂണുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മണ്ഡപമാണിത്. നവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിലിൽ നിന്നും ശുചീന്ദ്രത്തിൽ നിന്നൊക്കെ മുരുകന്റെയും സരസ്വതിയുടെ ഒക്കെ പ്രതിഷ്ഠയുമായിട്ട് ഇങ്ങോട്ട് വരികയും ഈ ഒരു സരസ്വതി മണ്ഡപത്തിൽ ഇരുത്തിപ്പൂജ നടത്തിയിട്ട് അവർ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അപ്പൊ ഇപ്പോഴും ആ ഒരു ആചാരം തുടർന്നു പോരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു മണ്ഡപം പണി കഴിപ്പിച്ചതും എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ തിരുവിതാംകൂർ ഭരണകാലത്ത് തിരുവിതാംകൂർ രാജാവ് നേരിട്ട് ഇവിടെ പൂജയ്ക്ക് എത്താറുണ്ടായിരുന്നു എന്നും ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു സരസ്വതി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ശ്രീ ചിത്തിര തിരുനാൾ സ്റ്റേഡിയം ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട അടുത്ത് തന്നെയായിട്ട് ഒരു ഭഗത് സിംഗ് പാർക്കും ഉണ്ട്. തിരുവനന്തപുരത്തിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്ന പൂജപ്പുരയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ കൂടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ തിരുവനന്തപുരം ജംഗ്ഷനിൽ നിന്നും 4.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാട്ടോ ഈ ഒരു പൂജപ്പുര എന്ന് പറയുന്ന ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഓഫീസുകളുടെ ഒരു ഹബ്ബ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം അത്രയധികം ഗവൺമെന്റ് സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് പൂജപ്പുര. അത് മാത്രമല്ല ഇഷ്ടംപോലെ കോട്ടേഴ്സുകളും ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് കാണാം. അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പൂജപ്പുര. അപ്പൊ ഈ ഒരു സർക്കിളിൽ തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ, ഒരു ചെറിയ പാർക്കാണ്. അപ്പൊ നമുക്ക് ഈവനിങ്ങും മോർണിംഗും ഒക്കെ വന്നിരിക്കാൻ പറ്റിയ വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പാർക്കാണ്. ഈ ഒരു പൂജപ്പുരയുടെ നഗരഭാഗത്ത് തന്നെയുള്ള ഒരു പാർക്കാണ്. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് പല ഭാഗങ്ങളിലേക്കുള്ള കണക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ നോർത്ത് എന്ന് പറയുന്നത് ജഗതിയിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് സൗത്ത് ഭാഗത്തിലേക്കുള്ളത് കരമനയിലേക്കുള്ള വഴിയാണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് തിരുമലയാണ്. വെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാങ്ങോട് ഭാഗത്തേക്കുള്ളതാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലായിട്ട് കാണാം. അപ്പൊ ഇതാണ് പൂജപ്പുരയുടെ ഹൃദയ ഭാഗമായിട്ടുള്ള പൂജപ്പുര സർക്കിൾ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പൂജപ്പുരയുടെ വടക്ക് ഭാഗത്തേക്ക് പോവാം. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ പൂജപ്പുര സ്റ്റാർട്ട് ചെയ്യുന്നത്. ജഗതി പാലം കയറി കഴിയുമ്പോഴാണ് നമ്മുടെ പൂജപ്പുര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തമ്പാനൂരിൽ നിന്നൊക്കെ വരുമ്പോൾ ഈ ഒരു ജഗതി പാലം കഴിഞ്ഞ് നേരെ വരുന്നത് പൂജപ്പുരയിലേക്കാണ്. അപ്പൊ ഈ ഒരു പൂജപ്പുര കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഗവൺമെന്റ് റെയിൽവേ ക്വാർട്ടേഴ്സ് ആണ്. ഇത്രയധികം ഗവൺമെന്റ് ഓഫീസുകളും ക്വാർട്ടേഴ്സുകളൊക്കെ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ എപ്പോഴും ഒരു ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓട്ടോക്കാർക്കൊക്കെ ഈ ഒരു റൂട്ട് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവർ ഈ ഒരു റൂട്ടിലേക്ക് വരാനായിട്ട് എപ്പോഴും മടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ റെയിൽവേ ക്വാർട്ടേഴ്സ് കേട്ടോ. അപ്പൊ ഇവിടം തൊട്ടാണ് ഈ ഒരു റെയിൽവേ ക്വാർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് എംപ്ലോയീസ് ഒക്കെ താമസിക്കുന്ന റെയിൽവേയുടെ ക്വാർട്ടേഴ്സ് ആണ്. അൻവർ ഗാർഡൻസ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ പൂജപ്പുര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോർത്ത് ഭാഗത്തു നിന്ന് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഈ ഒരു റെയിൽവേ ക്വാർട്ടേഴ്സ് ഉള്ളത് കേട്ടോ. ഈ ഒരു കോട്ടേഴ്സിനോട് ചേർന്ന് തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഈസിലി ആക്സസിബിൾ ആണ് ഇവിടെ നിന്ന്. അപ്പൊ ഈ ഒരു കോട്ടേഴ്സ് കഴിയുമ്പോൾ തന്നെ പിന്നെ ഫുൾ ഗവൺമെന്റ് ഓഫീസുകളാണ്. അപ്പൊ ഈ റോഡിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ശ്രീ അച്യുത മേനോൻ സ്റ്റഡി സെന്റർ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഭിന്നശേഷി കോർപ്പറേഷൻ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ജില്ലാ ജയിലിന്റെ ക്യാൻറ്റീൻ കേട്ടോ. അപ്പൊ 5 രൂപ മുതൽ ചപ്പാത്തിയൊക്കെ
കിട്ടുന്ന ഒരു ക്യാൻറ്റീനാണ്. അപ്പൊ ഇതിനോട് ചേർന്ന് തന്നെയാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ വരുന്നത്. അപ്പൊ തിരുവിതാംകൂർ ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ജയിലാണ് പൂജപ്പുര സെൻട്രൽ ജയില്. ഈ ഒരു ജയിലിനോട് ചേർന്ന് തന്നെ ഒരു LBS ഇൻസ്റ്റിറ്റ്യൂട്ടും വരുന്നുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വനിതാ ശിശു ക്ഷേമ വികസന കോർപ്പറേഷന്റെ ഓഫീസും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ജയിലിനകത്തായിട്ട് ഒരു അമ്പലം കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും സർക്കിളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഈസ്റ്റ് ഭാഗത്തേക്ക് പോയാൽ തിരുമലയാണ്. അപ്പൊ തിരുമല ഭാഗത്തേക്ക് പോകുമ്പോഴും ഇഷ്ടം പോലെ ഗവൺമെന്റ് ഓഫീസുകളുണ്ട്. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പൊ ഈ ഒരു സർക്കിള് റൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ സ്റ്റാർട്ടിങ് തന്നെ കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെന്റ് ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ കോളേജ് എന്ന് പറയുന്നത് കേട്ടോ. സരസ്വതി ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ടാണ് ഈ ഒരു ഗവൺമെന്റ് ആയുർവേദ കോളേജ് വരുന്നത്. അപ്പൊ ഇവിടെ തന്നെയായിരുന്നു പഴയ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് റെനോവേറ്റ് ചെയ്ത് ഇപ്പൊ പുതിയ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഈ ഒരു പഞ്ചകർമ്മ ആയുർവേദ കോളേജിന് സമീപത്ത് തന്നെയായിട്ടാണ് പുതിയ പോസ്റ്റ് ഓഫീസ് വന്നത്. പുതിയ പോസ്റ്റ് ഓഫീസിന്റെ മെയിൻ ഓഫീസ് എന്ന് പറയുന്നത് ഈ ഒരു പൂജപ്പുരയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ്, ഈ ഒരു ബിൽഡിംഗ് ആണ് പോസ്റ്റ് ഓഫീസിന്റെ ആ പുതിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പോസ്റ്റ് ഓഫീസിന്റെ സമീപത്തായിട്ട് തന്നെ ഒരു സിദ്ധ ഗവേഷണ കേന്ദ്രം കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരുന്നത്. അപ്പൊ ഇവിടെ നിന്നും റൈറ്റിലേക്ക് പോയാൽ മുടവൻമുകൾ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ നിന്ന് നേരെ പോകുന്നതാണ് തിരുമല ഭാഗത്തേക്കുള്ള റൂട്ടാട്ടോ ഇത്. ഈ ഒരു തിരുമല ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ എത്തിച്ചേരുന്നത് പാങ്ങോട് ഭാഗത്തേക്കാണ്. പാങ്ങോടാണ് മിലിറ്ററി ക്യാമ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ അധികം വീഡിയോസ് ഒന്നും അലൗഡ് അല്ല. അപ്പം നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് തിരുമല ഭാഗത്തേക്കാട്ടോ. അപ്പോൾ ഇവിടെയാണ് വളരെ പ്രശസ്തമായിട്ടുള്ള കുറേ സ്കൂളുകളൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല SBIയുടെ ഓഫീസുകളും ഗവൺമെന്റ് ആയുർവേദ കോളേജുകളൊക്കെ ഉള്ളതും ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ മാനുഫാക്ചർ ആയിട്ടുള്ള HLL ലിമിറ്റഡ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു HLLന്റെ ഓഫീസൊക്കെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അതിന്റെ സമീപത്ത് തന്നെയായിട്ടാണ് പൂജപ്പുര പോലീസ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ പൂജപ്പുര പോലീസ് സ്റ്റേഷന് സമീപത്തായിട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് ആയുർവേദ കോളേജ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമുള്ളൊരു ആയുർവേദ കോളേജാണ്. അപ്പൊ ഇതിന്റെ സമീപത്തായിട്ട് തന്നെ ലക്ഷ്മിബായി വയോജന കേന്ദ്രം കൂടിയുണ്ട്. അപ്പൊ അതൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്കൂളുകൾ കേട്ടോ. CMGHSS സ്കൂളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് സമീപത്ത് തന്നെയാണ് SBIയുടെ ഒരു മെയിൻ ബ്രാഞ്ച് വരുന്നത്. അപ്പൊ പൂജപ്പുരയിൽ തന്നെ ഉള്ള SBIയുടെ ഒരു മെയിൻ ഹെഡ് ഓഫീസാണ് ഈ ഒരു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള വഴികൾ വളരെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അതുപോലെ തന്നെ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം എന്താണെന്നല്ലേ, ഇത് ഫുൾ ആർമിയുടെ ഒരു കൺട്രോളിൽ വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ആർമി റിക്രൂട്ടിംഗ് ഓഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുൾ ആർമിയുടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, ആർമിയുടെ തന്നെ സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആർമിയുടെ ഒരുപാട് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അധികം ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം ഇത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. പക്ഷേ വളരെ നീറ്റ് ആൻഡ് കാം ആയിട്ടുള്ള ഫുൾ രണ്ട് സൈഡ് റോഡിൻ്റെ മരങ്ങളൊക്കെ ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു വഴി രാവിലെയൊക്കെ പോകാനായിട്ട് നല്ല രസമാണ്, കാരണം ഫുൾ മരങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡ് മരങ്ങൾ ഉള്ള ഈ ഒരു സ്ഥലം ഫുൾ ആർമിയുടെ ക്വാർട്ടേഴ്സ് ആണ്. ഒരുപാട് ആർമി ഓഫീസേഴ്സ് ഒക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ട് തന്നെയാണ് ആർമിയുടെ സ്കൂളും വരുന്നത് കേട്ടോ. അപ്പോൾ LP സ്കൂളും ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെയുണ്ട്. അപ്പോൾ അതാ ഈ കാണുന്നതൊക്കെ ആർമി ക്വാർട്ടേഴ്സുകളാണ്. അപ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്വാർട്ടേഴ്സുകളാണ്. അപ്പോൾ ഇതിന് അപ്പുറത്തേക്കാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് വരുന്നത്. ഈ ഒരു ജംഗ്ഷൻ ആട്ടോ, ഈ ഒരു പാങ്ങോട് ഭാഗത്തേക്കുള്ള മെയിൻ
ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാട്ടാക്കട ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകുന്ന മെയിൻ റൂട്ടാണിത്. അപ്പോൾ നമ്മൾ എന്തായാലും പാങ്ങോട് ഭാഗത്തേക്ക് പോകുന്നില്ല, നമ്മൾ നേരെ വന്ന വഴി തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മെയിനായിട്ടും പൂജപ്പുരയിലെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ പാങ്ങോട് ഭാഗങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുമാത്രമല്ല അത് മിലിറ്ററി ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ട് ക്യാമറയൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ നേരെ വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുമ്പോഴാണ് ഇവിടെ വേറൊരു സ്കൂളും കൂടി ഉണ്ട് കേട്ടോ, ഒരു നാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഒരു ഓഫീസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഗവൺമെൻറ് ഓഫീസുകളുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പൂജപ്പുര. അതുപോലെ തന്നെ ഒരുപാട് കോട്ടേഴ്സുകൾ. അങ്ങനെ നമ്മൾ തിരുമല ഭാഗത്ത് നിന്നും നേരെ ഈ ഒരു പോസ്റ്റ് ഓഫീസിന്റെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മുടവൻമുകൾ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതും പൂജപ്പുരയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മുടവൻമുകൾ. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയാണ്. പൂജപ്പുര ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അപ്പോൾ വളരെ പഴക്കം ചെന്ന ഒരു ബിൽഡിംഗ് ആട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ശ്രീ ചിത്ര തിരുനാൾ ബയോ ടെക്നോളജിയിലെ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് സമീപത്ത് തന്നെ ആയിട്ടാണ് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി വരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആ ഒരു ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി. ഇവിടെ നിന്നും നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലമാണ് മുടവൻമുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മുടവൻമുകൾ എന്ന പേര് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും. മോഹൻലാൽ ജനിച്ചു വളർന്ന സ്ഥലമല്ല, മോഹൻലാലിൻ്റെ സ്കൂളിംഗ് ടൈമിലൊക്കെ നിന്നിരുന്ന ആ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു മുടവൻമുകൾ. അത് മാത്രമല്ല ഒരുപാട് സിനിമയിലെ പ്രശസ്തമായിട്ടുള്ള ആൾക്കാരുടെ വീടൊക്കെ വരുന്നത് മുടവൻമുകളിലാണ്. അപ്പോൾ അതാ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപമായിട്ട് തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു മാനേജ്മെന്റ് ഓഫീസ് കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുടവൻമുകളിൽ നിന്നും നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ പൂജപ്പുര ഫുൾ നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്നും മുടവൻമുകളിൽ നിന്ന് നേരെ പൂജപ്പുര ജംഗ്ഷനിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൂജപ്പുര സർക്കിളിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു പൂജപ്പുര സർക്കിളിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കരമന ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കരമന ഭാഗത്തും ഒരുപാട് ഗവൺമെന്റ് ഓഫീസുകളുണ്ട്. പൂജപ്പുരയെ തമ്പാനൂരുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രധാന മാർഗമാണ് ഈ ഒരു കരമന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കരമന ഭാഗത്ത് നിന്നും കന്യാകുമാരി റൂട്ടിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ അത് ഈ കാണുന്നതായിരുന്നു ആ ഒരു പഴയ പോസ്റ്റ് ഓഫീസ് കേട്ടോ. അപ്പോൾ അത് പൊളിച്ചിട്ടാണ് പുതിയ പോസ്റ്റ് ഓഫീസിന്റെ ബിൽഡിംഗ് ഒക്കെ വന്നത്. അപ്പോൾ ഈ ഒരു പോകുന്ന വഴിയിൽ തന്നെയാണ് കൈറ്റിൻ്റെ ഓഫീസ് ഉള്ളത്. അതുപോലെ തന്നെ നബാർഡിൻ്റെ ഈ ഒരു കോട്ടേഴ്സ് വരുന്നതും ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ് കൈറ്റിൻ്റെ ഓഫീസ് വരുന്നത്. അതുപോലെ തന്നെ പരീക്ഷാ ഭവൻ, SCRTയുടെ ഓഫീസുകൾ ഇതെല്ലാം വരുന്നത് ഈ ഒരു റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പരീക്ഷാ ഭവനൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സമീപത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ പൂജപ്പുര ജയിലിൻ്റെ തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പെട്രോൾ പമ്പിൽ ഇവിടുത്തെ ജയിൽ വാസികളായിരുന്ന ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതിന് സമീപത്തായിട്ട് തന്നെ ജയിൽ ഫ്രീഡം ക്യാൻറ്റീനും ഉണ്ട്. ഇതിന് സമീപത്ത് തന്നെ ആയിട്ട് KSFEയുടെ ഒരു ഓഫീസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല ഈ ഒരു ഏരിയയിൽ കുറേ ഫിഷ് മാർക്കറ്റുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ലോക്കൽ മാർക്കറ്റുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു കരമന. അതുമാത്രമല്ല കരമന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന കുറേ പ്രശസ്തരായിട്ടുള്ള സിനിമാ താരങ്ങളൊക്കെ ഉണ്ടല്ലേ, കരമന ജനാർദ്ദനൻ, സുധീർ കരമന. അപ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു പ്ലേസ് കൂടിയാട്ടോ ഈ ഒരു കരമന എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു കരമന ഭാഗത്ത് നിന്നും ഈ ഒരു ജയിലിൻ്റെ ബാക്ക് സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ആ ഒരു വഴി ചെന്ന് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഒരുപാട് കോട്ടേഴ്സുകളും ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു പൂജപ്പുരയുടെ ഏതൊരു ഭാഗത്ത് നിന്നും നമുക്ക് കറങ്ങി തിരിഞ്ഞ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സെൻറ്ററിൽ എത്തിച്ചേരും. അത് പൂജപ്പുര മാത്രമല്ല, ഈ ഒരു ട്രിവാൻഡ്രം ഏരിയയിൽ എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏത് വഴി പോയാലും റൗണ്ട് അടിച്ച് അടുത്ത സ്ഥലത്ത് തന്നെ എത്തിപ്പെടുന്ന പോലെ തോന്നോട്ടോ.
അപ്പോൾ ദാ ഈ ഒരു ഏരിയയിലാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു ഓഫീസ് വരുന്നത്. അതുപോലെ തന്നെ സബ് ജയിൽ വരുന്നതും ഈ ഒരു സൈഡിൽ തന്നെയാട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും നേരെ പോകുന്നത് പൂജപ്പുരയിലെ മെയിൻ ഭാഗത്തേക്ക് തന്നെയാണ്. അപ്പോൾ ദാ ഇവിടെ തന്നെ സുഗതകുമാരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വനമൊക്കെ സംരക്ഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ക്വാർട്ടേഴ്സ് ഏരിയയിലേക്കാണ്. ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ ക്വാർട്ടേഴ്സുകളാണ് ഈ ഒരു കാണുന്നതെല്ലാം. അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഈ ഒരു ക്വാർട്ടേഴ്സുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ കറക്റ്റ് പേരെന്ന് പറയുന്നത് മേലാറന്നൂർ എന്നാണ് പറയുന്നത്. കരമനയിൽ നിന്നും മേലാറന്നൂർ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ഇത്രയധികം ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫീസേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സുകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ എത്തിച്ചേരുന്നത് പൂജപ്പുരയിലേക്കാണ്. പൂജപ്പുര ജഗതി പാലം കഴിയുമ്പോൾ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് എത്തിച്ചേരുന്നത് കേട്ടോ. മേലാറന്നൂർ ഭാഗത്ത് നിന്ന് നമ്മൾ കയറുന്ന ഈ ഒരു ജംഗ്ഷനാണ് പാറച്ചിറ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സമീപത്തെ ആയിട്ടാണ് കിള്ളി റിവർ ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ വഴി പോകുമ്പോൾ കാണുന്നതാണ് രാജീവ് ഗാന്ധി ബയോടെക്നോളജി കേട്ടോ. രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് ആണ്. അപ്പോൾ അതാ ഈ കാണുന്നതാണ് രാജീവ് ഗാന്ധി ബയോടെക്നോളജി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അങ്ങനെ പൂജപ്പുര ജഗതി പാലത്തിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നമ്മൾ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു നമ്മുടെ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പൂജപ്പുര ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സുദർശൻ നഗർ റോഡാണ്. അപ്പോൾ ഈ ഒരു സുദർശൻ നഗർ റോഡിലായിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ വസതി വരുന്നത്. അപ്പോൾ അത് ഈ കാണുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ വീട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നും നമുക്ക് ക്വാർട്ടേഴ്സിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു ക്വാർട്ടേഴ്സിലേക്ക് കയറാവുന്നതാണ്. പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. ഒരു ലൂപ്പ് റോഡാണ്. അപ്പൊ ഈ ഒരു ലൂപ്പ് റോഡ് വഴി വരുമ്പോഴും ഇവിടെ 2 മെയിൻ ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ അത് വിട്ടു പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതും കൂടി ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് ഇവിടുത്തെ ജുവനൈൽ ഹോം. അപ്പൊ കുട്ടികളുടെ ജുവനൈൽ ഹോമാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശാ കേന്ദ്രം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്നതാണ് ഈ ഒരു 2 മെയിൻ ആയിട്ടുള്ള പ്രധാന ഓഫീസുകൾ കേട്ടോ. അപ്പോൾ ഈ ഒരു വഴി നമ്മൾ എത്തിച്ചേരുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വന്നിരുന്ന ആ ഒരു വഴിയിൽ തന്നെയാണ്. ഈ ഒരു അമ്പലത്തിൽ കൂടെ ഉള്ള ഒരു ചെറിയൊരു ലൂപ്പ് റോഡാണിത്. അപ്പോൾ അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൂജപ്പുരയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അതുപോലെ ഞാൻ ഏതെങ്കിലും സ്ഥലങ്ങളോ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏത് പ്ലേസ് ആണ് വേണ്ടതെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ.